ஆண்மகன் யாரோ அந்தியிள மாலை ஆழ்கடல் நீர்மேல் ஆடி வரும் வேளை மீன் வலை வீச மெல்ல அதன் மீது நான் விழுந்தேனோ என்னை அறியாது எங்கேயோ பாதை மாறி இங்கே உன் வாசல் தேடி வந்தேனே வாழும் தோகை நான் என்னென்று நானும் சொல்ல என் உள்ளம் துள்ளும் மெல்ல இங்கே நான் வாழும் நாட்களில் தான் நெஞ்செல்லாம் ஏதோ அலைப்பாயும் நாளோ அம்மாடி இன்பம் என்ன கண்டேன் இங்கேதான் கத்தும் கடல் உள்ளே ഒരു മുത്തെടുത്ത് വന്നേൻ. എങ്ങനെയുണ്ട് പാട്ട്? പാട്ടൊക്കെ സൂപ്പറായിട്ട്. നമ്മളിപ്പോ എവിടേക്കാ പോണ്? ഇപ്പൊ എവിടേക്കാ പോണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇല്ല, ഈ സ്ഥലം എനിക്കറിയാം. ഇത് വന്നിട്ടേ മറ്റേ എന്താണ് തസ്രാക്കല്ലേ, ഈ തസ്രാക്കിലേക്ക് പോണ വഴിയാണിത്. ഇവിടെ പേര് കേട്ട ഒരാളുടെ സ്ഥലം ഉണ്ട്, അറിയോ? എനിക്കറിയാത്തത് നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല, പറയൂ. OV വിജയൻ സ്മാരകം ഉണ്ട് അവിടെ. അതായത് ഖസാക്കിന്റെ ഇതിഹാസം നോവലില്ലേ, അത് എഴുതിയത് OV വിജയനാണ്. അയാളുടെ സ്ഥലമാണ്, അയാളുടെ നാടാണ് അത്. എന്താ അവിടെ എഴുതി വെച്ചിട്ട് ആ ഷെറിയാരിസിന്റെ വീട് അവിടെയാണ്. ആ സ്മാരകം വന്നിട്ട് അയാളുടെ വീട്ടിന്, ഷെറിയാരിസിന്റെ വീടിന്റെ അടുത്താണ്. ഏട്ടാ ആ സ്ഥലമൊക്കെ നോക്കി എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടല്ലേ? സ്ഥലമൊക്കെ അടിപൊളിയാണ്. പക്ഷെ എന്താണെന്നറിയോ, ഈ റോഡ് ഇങ്ങനെ മോശമായത് കൊണ്ടാണ് എനിക്ക് ശരിക്കും വണ്ടി ഓടിക്കാനും പറ്റില്ല. ഈ വഴിക്കൂടി വരാനേ ഭയങ്കര മടി എനിക്ക്. എന്നാലും നോക്കി അപ്പുറത്തെ സൈഡ് തോട്, നടുക്ക് റോഡ്, അതിപ്പുറത്ത് വയല്. സൂപ്പറല്ലേ? നല്ല അടിപൊളി സ്ഥലമല്ലേ? ഇപ്പൊ നമ്മൾ എവിടേക്കാ പോണറിയോ? അറിയില്ല, എവിടേക്കാ പോണ? ഇതിൽ കൂടെ പോയി പറഞ്ഞു വെച്ചാൽ നമ്മള് എന്താ പറയാ, നമ്മുടെ മെയിൻ ഏരിയ ആണ് അവിടെ. മെയിൻ ഏരിയ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളെ കൊണ്ട് മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണത് നമ്മൾ പോകാൻ പോണത്. നമ്മളെ കൊണ്ട് മറക്കാൻ പറ്റാത്ത, നമ്മള് രണ്ടുപേരിനെ കൊണ്ട് മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണത്. എനിക്കറിയാം എവിടെയാണ്. നമ്മുടെ ഔട്ട്ഡോർ ഷൂട്ട് എടുത്തത് എവിടെയല്ലേ? ബ്രിട്ടീഷ് പാലം കേട്ടിട്ടുണ്ടാ? പിന്നെ അവിടെയാണ് സംഭവം. ഞങ്ങള് കല്യാണത്തിന് അതായത് കല്യാണത്തിൽ വലിയൊരു സംഭവം നടക്കുമ്പോ ആരെങ്കിലും മറന്നു പോകുവോ? അത് ഔട്ട്ഡോർ ഷൂട്ട് എടുത്ത സ്ഥലമൊന്നും ജീവിതത്തിൽ മറക്കില്ല അല്ലേ? എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ സ്ഥലം കാണാൻ. ആ ഫോട്ടോഗ്രാഫർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞത്. നിങ്ങൾ എന്തിന് പാലക്കാട് ഇരിക്കുന്നത്? അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. സീതാർ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ അടുത്താണ്. പക്ഷെ ഞാൻ എപ്പോഴാന്നറിയാം, എന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സീതാർ കൊണ്ട് കണ്ടത്. അല്ല, അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പോണെന്നൊന്നും ഇല്ല പറയാ. പക്ഷെ എനിക്ക് വന്നിട്ട് അതന്നെ, അഖില് വന്നിട്ട് ഫോട്ടോഗ്രാഫർ ഇല്ലേ, അവൻ നമ്മൾ രണ്ടുപേരെയും കൂടി ഒരുമിച്ച്, അവൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ഈ എവിടെയൊക്കെ എന്തൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ആളാണ് അവൻ. എല്ലാ സ്ഥലത്തും അവൻ മാത്രല്ല, എല്ലാ ഫോട്ടോഗ്രാഫറും അങ്ങനെ തന്നെ. എന്റെ അനിയൻ ഹരി ഫോട്ടോഗ്രാഫർ അല്ലേ, അവൻ ഞങ്ങളെ കൂട്ടിട്ട് വന്നിട്ടുണ്ട് ഇവിടേക്ക്. ഞാനും ചേച്ചിയും വാവാച്ചിയും എല്ലാരും കൂടെ വരുമ്പോ. അത് നമ്മൾ കല്യാണം കഴിഞ്ഞ ശേഷമല്ലേ? കല്യാണം കഴിഞ്ഞ ശേഷമല്ല, അതിന് മുമ്പേ അവനക്ക് അറിയാം. പോയിട്ടില്ലല്ലോ, ഞാനിതുവരെ പോയിട്ടില്ലാന്ന്. നീയാണെങ്കിലും ശരി, നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷമല്ലേ അത് കണ്ടത്? എന്ത് കണ്ടത്? ബ്രിട്ടീഷ് പാലം. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് രണ്ടുപേരെയും കൊണ്ടുപോയി കാണിച്ചത് പാലവേ എത്തി പറഞ്ഞു. മനസ്സിലായല്ലോ. മടുത്തു പോട്ടെ. ജീവിതത്തിൽ തുടക്കവും ഇവിടുന്ന് അവസാനം ഇവിടെ തന്നെ ആയിട്ടോട്ടെ. ഓർമ്മയില്ല സ്ഥലം? കല്യാണം കഴിഞ്ഞിട്ട് ഔട്ട്ഡോർ ഷൂട്ട് ഇവിടെ ആയിരുന്നു. അപ്പൊ എന്തൊരു സ്നേഹം. അയ്യോ ഓർമ്മയില്ല. അതാ ഈ ഇവിടെയാണോ? അവിടെ എവിടെയോ അവിടെയല്ല, ഇവിടെ ഒരു സീന് എടുത്ത് ഇങ്ങനെ കയറ്റി ഇവിടെ ഇരുത്തി, എന്നിട്ട് നെറ്റിലേക്ക് ഒരു മുമ്പൊക്കെ തന്ന് ആ ഫോട്ടോ ആൽബത്തിൽ ഉണ്ട് തോന്നണു. ഈ സ്ഥലത്ത് എടുത്തത് ഓർമ്മയുണ്ടാ? ആഡ് ചെയ്യാൻ അതന്നെ ആൽബത്തിൽ ഉണ്ടാവും ചിലപ്പോ. അതാണ് പറഞ്ഞത്. അപ്പൊ ഉള്ള സന്തോഷം ഇപ്പൊ ഉണ്ടാ വരുമ്പോ ഉണ്ടാ വരും. അതുപോലെ ഇവിടെ വരുന്നതേ നിർബന്ധിച്ചിട്ട് നോക്ക്. പാലത്തെ കൂടെ സൈക്കിൾ എങ്ങനെ ഓടിച്ചിട്ട് പോണം നോക്ക്. നമ്മുടെ ഔട്ട്ഡോർ ഷൂട്ട് എടുത്ത പാട്ട് ഓർമ്മയുണ്ടാ? പക്ഷെ ഫസ്റ്റത്തെ വരി പാടണ്ട, ഇടയത്തെ വരി പാടാ നമുക്ക്. എന്നിട്ട് ഫസ്റ്റത്തെ വരി അറിയുന്നവര് കമന്റ് ചെയ്യട്ടെ. കമന്റ് ചെയ്യോ അവര്? ആരെങ്കിലും കാണുന്നവര് കമന്റ് ചെയ്യും. ഈ പാട്ട് ഞാൻ പാടും. എനിക്ക് ഓർമ്മയുള്ള ലൈനുകളൊക്കെ ഞാൻ പാടാം.
2 ലൈനേ ഞാൻ പാടുള്ളൂ. മിഴിവാതിൽ ചാരും നാണം പതികെ ഞാൻ തഴുകവേ, ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാം തിങ്കളേ. ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമെയ്യ, ഓരോരാവും പകലാക്കി നേരിൻ മോഹവെയില, ഇവനിലായി ചേരുന്നു നീ മുറിവേഴാം കൈരേഖ പോ, കൺചിമ്മാതെ കാക്കാമെന്നോമലേ. സൂപ്പറായിട്ടില്ലേ? സൂപ്പറായിട്ടില്ലേ? അറിയോ വല്ലതും? ഇത് മലമ്പുഴ ഡാമിന്റെ വല്ലതും വെള്ളമാണ്, കനാല് വെള്ളം. ആ ഈ വെള്ളം ഇത് നേരെ ഇങ്ങനെ കൃഷികൾക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണത്. മണ്ഡലമാസത്തിൽ എപ്പോഴും തുറക്കുന്നതാണത്. അയ്യോ എനിക്ക് ഇവിടെ തൊട്ടിട്ട് എവിടെയെങ്കിലും കൈ തൊടാനേ പേടിയാണ് കേട്ടോ. എന്താ പറയാ, എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് വാവാച്ചി ഞങ്ങൾ എല്ലാരും കൂടെ വന്നു. ജീവ പറയണൊക്കെ അവളെന്തോ ഒരു സാധനത്തിന് കൈ ഇങ്ങനെ തൊട്ടിട്ട് മേലെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ആക്കിയപ്പോഴില്ലേ ഇവള് അയ്യോ എന്നെ വെറുതെ കൊതുക് കടിക്കണു പറഞ്ഞു. എന്നിട്ട് എന്താ അവള് വെറുതെ പറയണ വേണം, നോക്കുമ്പോ മുഖം മുഴുവനും ഈ കൊതുക് കടിച്ചപ്പോൾ തന്നെ നിറയെ കുരുവായി. അതെന്തോ പുഴു എന്തോ തട്ടിയതായിരുന്നു, അത് അവിടെ നിന്നായിരുന്നു, ആ ആൽമരത്തിന്റെ ആ സൈഡിൽ. അയ്യോ എനിക്ക് പേടിയാണു. ഇതാണ് ബ്രിട്ടീഷ് പാലം. പക്ഷെ ഇതിന്റെ പേര് ബ്രിട്ടീഷ് പാലം, പക്ഷെ എങ്ങനെയാണ് ഇതിന്റെ ബ്രിട്ടീഷ് പാലിന് പേര് വന്നെന്ന് അറിയില്ല. ഇനി ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടായിരിക്കും. പിന്നെ എന്താണ് ആയിരിക്കില്ലേ? കാരണം എന്താ ബ്രിട്ടീഷുകാർ കെട്ടിയത് കൊണ്ടാണ് ബ്രിട്ടീഷ് പാലം എന്ന് വരുന്നത്, മനസ്സിലായില്ലേ? ഇടയിലിടയിൽ ഹോളൊക്കെ ഉണ്ട്, എന്താണെന്ന് അറിയില്ല. ഇടയിലിടയിൽ ഹോളൊക്കെ ഇട്ടിട്ടുണ്ടാ, വേണ്ട അറിയില്ല എന്താണ്. ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടാ? അവിടെ നോക്ക്, എന്താണ് തോണി മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കാണുമ്പോ ഏത് പാട്ട് ഓർമ്മയില്ല. എനിക്ക് പാട്ട് പാടാൻ മൂടില്ല. ഒരു പാട്ട് പാടേ. എന്ത് പാട്ട് പാടണം? ഏതെങ്കിലും. ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങക്ക് ഏത് പാട്ട് പാടാനാ തോന്നണം അത് പാടി. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പാടില്ല, അവിടേക്ക് നോക്കി നിന്ന് പാടിട്ട്. ആൾക്കാരൊക്കെ വരുന്നു. അതിനെന്താണ്? ഒന്നാമത്തത് പണിയെടുത്ത് വന്ന ക്ഷീണം കൊണ്ട് എനിക്ക് പാട്ട് പാടാനേ ഇപ്പൊ മൂടില്ല, സത്യമായിട്ട്. പുല്ലുവെട്ടിയില്ലേ, ഷോളറൊക്കെ വേദനിക്കണം. ശരി, പാവം പുല്ല് വെട്ടിട്ട് വന്നതുകൊണ്ട് ഷോൾഡറൊക്കെ വേണമെങ്കിലും പാട്ട് പാടാൻ വയ്യാന്ന്. ഈ സ്ഥലം കാണുമ്പോൾ ആർക്കെങ്കിലും പാട്ട് പാടാൻ തോന്നാണ്ടിരിക്കുമോ അല്ലേ? എന്നാ എന്നെ കൊണ്ടൊരു പാട്ട് പാടാൻ പറയുക, വലിയ പാട്ടുകാരൻ. പാട്ട് പാടാൻ വയ്യാത്ര, അപ്പൊ എന്നെ കൊണ്ട് പാടാൻ പറയാലോ. എന്നാ ശരി, നീ ഒരു പാട്ട് പാട്. പറഞ്ഞ് പാടിപ്പിക്കണം, എനിക്കുണ്ട് നാണവും മാനവും ഒക്കെ. പൊന്നെ അതല്ല, ഞാൻ പാട്ട് പാടുന്നുള്ളത് ശരി തന്നെയാണ്. ഇപ്പോൾ ഭയങ്കര ക്ഷീണത്തിലാണ്. ഒന്നാമത്തത് നമ്മൾ ഇപ്പോൾ കൊല്ലം കൂടുന്നാണ് വരുന്നത്, മനസ്സിലായില്ലേ? ഇപ്പോൾ അഹലിൻ്റെ അനിയൻ്റെ കെട്ടുനിറ കഴിഞ്ഞിട്ട് നമ്മൾ കൊല്ലം കൂടുന്ന വരുന്നു. ഒന്നാമത്തത് ആ ക്ഷീണം. ഇന്നലെ പുല്ല് വെട്ടി ക്ഷീണം. ഈ പുല്ല് വെട്ടി പറഞ്ഞു വെച്ചാൽ 5 കിലോ വെയിറ്റ് ഉള്ള സാധനം, മെഷീന്, അതെടുത്ത് ഇങ്ങനെ തോളത്ത് വെച്ച് അടിക്കുന്ന സമയത്ത് ഒരു ഫീലിംഗ്, ഷോൾഡറൊക്കെ വേദനിച്ചിട്ട് വയ്യ, മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നത് നിന്നെ എന്തോ പോലെയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പാട്ട് എനിക്ക് പാടിത്തരാം. ഇത് കാണുന്നവരെല്ലാവരും മനസ്സിലാക്കണം എന്റെ രോദന. ഞാൻ ഉണ്ടല്ലോ എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞാൽ ഒരെവിടേക്കും കൊണ്ടുപോകില്ല. എന്നിട്ടോ എത്ര കാല് പിടിക്കണില്ല പറഞ്ഞാലാണ് എവിടെയെങ്കിലും കൊണ്ടുപോകുക. എത്ര നല്ല സ്ഥലം ഇത് കാണുന്ന സമയത്ത് എനിക്കൊക്കെ പാട്ട് പാടാൻ തോന്നുന്നുണ്ട് കേട്ടോ. നീ പാട്ട് നോക്കട്ടെ. എന്നാൽ നീ ഇത്ര ഡയലോഗ് അടിക്കണില്ലേ? ശരി, എല്ലാ സമയത്തും ഞാൻ തന്നെ എന്നെ പാട്ട് പാടി കേട്ടാ എന്ന് പറയണില്ലേ? എന്നാൽ നീ പാട്ടുകാരൻ്റെ ഒരു ഭാര്യയല്ലേ? എന്നാൽ നീ ഒരു പാട്ട് പാടി നോക്കട്ടെ. പാട്ടുകാരന്റെ ഭാര്യ ആകുന്നതിന് മുമ്പ് ഞാൻ ബാബുവിന്റെ മകളാണ്, അപ്പോഴേ ഞാൻ പാട്ട് പാടും. വലിയ ആള്. എന്റെ പേരും ബാബു തന്നെയാണ്, എന്റെ ഭാര്യ നീ പാട്. നീ പാട്. ഞാൻ പാട്ട് പാടുപന്നാ നിങ്ങൾ വെറുതെ പാടുപന്നാ പറഞ്ഞ പാടാൻ എനിക്ക് സമയം തരേ. അന്നാ പാട്. ഇപ്പൊ സമയം ചോദിച്ചില്ലേ? അതേപോലെ തന്നെ എനിക്ക് ഇപ്പൊ എന്ത് പാട്ടാ പാടുന്നത് ടക്ക് നീ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞ എന്ത് പറയും? ഞാൻ ഒന്നും പറയണ്ട, ഞാൻ പാട്ട് പാടാം.
ഞാനൊരു പാട്ട് പാടാം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരാ പാടുന്ന കുയിലിനോട് എതിർപ്പാട്ടു പാടുവാൻ മോഹം. സൂപ്പർ ആയിട്ടുണ്ടല്ലോ.